ടിക്കി ടാക്ക എന്ന മാന്ത്രിക വിസ്മയം കൊണ്ട് ഫുട്ബോൾ ലോകത്തെ വിറപ്പിച്ച 2010 ലോക ചാമ്പ്യന്മാരായ സ്പെയിനെ കൃത്യം 2 മാസങ്ങൾക്കു ശേഷം മറ്റൊരു വമ്പന്മാരായ അർജന്റീന നേരിടുന്നുണ്ട്. വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്താനേ അർജന്റീനക്ക് സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ അന്ന് വേൾഡ് കപ്പ് കണ്ട ഏറ്റവും മികച്ച ടീമായിരുന്നു സ്പെയിന്. ടിക്കി ടാക്ക എന്ന വിസ്മയം കൊണ്ട് വമ്പന്മാരെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവർ ലോക ചാമ്പ്യന്മാരാകുന്നുണ്ട്. ആ ടീമിനെതിരെയാണ് മെസ്സിപ്പട ഒരു ഫ്രണ്ട്ലി മത്സരത്തിനൊരുങ്ങുന്നത്. വേൾഡ് കപ്പ് നേടി കൃത്യം 2 മാസങ്ങൾക്കു ശേഷം സ്പെയിനിൻ്റെ നിരയിലുള്ള താരങ്ങളെ ഒന്ന് നോക്കുക. ബാർസലോണ ഇതിഹാസങ്ങളായ സാവി, ഇനിയസ്റ്റ, ഡേവിഡ് വിയ, അർബിലാവോ, ജെറാർഡ് പിക്കോ, കാർലോസ് മർച്ചേന, സാബി അലൻസോ, ഫെബ്രിഗാസ് എന്നിങ്ങനെ തുടങ്ങി ഇതിഹാസ താരങ്ങൾ. എന്നാൽ മത്സരം തുടങ്ങിയ ആദ്യ മിനിറ്റുകളിൽ തന്നെ അർജന്റീനയുടെ മനോഹര മുന്നേറ്റങ്ങൾ മാത്രമാണ് കണ്ടത്. മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ലിയണൽ മെസ്സി മധ്യനിരയിൽ നിന്നും ഹൈബോളുകളും ത്രൂ ബോളുകളുമായി സ്പെയിനിൻ്റെ ഡിഫൻസിനെ വലിച്ചു കീറുന്ന പാസുകൾ നൽകി. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മനോഹരമായ പാസ് അർജന്റീൻ സൂപ്പർ താരം കാർലോ ടെവസിലേക്ക് ലിയണൽ മെസ്സി മികച്ച രീതിയിൽ നൽകുന്നുണ്ട്. പക്ഷേ കാർലോ ടെവസിൻ്റെ ഫിനിഷിംഗ് പാടുന്നു. മത്സരത്തിൻ്റെ 10-ാം മിനിറ്റിൽ തന്നെ സൂപ്പർ താരം മെസ്സി ഒരു മികച്ച രീതിയിൽ പന്തുമായി കുതിക്കുന്നു. പന്ത് സ്വീകരിച്ച ടെവസ് ലിയോ മെസ്സിയിലേക്ക് മറിച്ച് നൽകുന്നു. ഡിഫൻസിനെയും ഗോൾ കീപ്പറെയും കാഴ്ചക്കാരാക്കിക്കൊണ്ട് ലിയണൽ മെസ്സിയുടെ ബ്യൂട്ടിഫുൾ ഫിനിഷിംഗ്. ഇതാ മത്സരത്തിൻ്റെ 10-ാം മിനിറ്റിൽ തന്നെ അർജന്റീന സ്പെയിനിനെതിരെ മുന്നിലെത്തിയിരിക്കുകയാണ്. ടെവസിൻ്റെ മനോഹരമായ പാസിലൂടെ തൻ്റെ ഇടംകാലുകൊണ്ട് വലത് മൂലയിൽ നിന്നും ലിയോ മെസ്സി മനോഹരമായി പന്തിനെ പോസ്റ്റിലേക്ക് പറഞ്ഞയക്കുന്നു. ഇതാ ലോക ചാമ്പ്യന്മാർ അർജന്റീനയ്ക്ക് മുന്നിൽ ആദ്യ മിനിറ്റുകളിൽ തന്നെ പിന്നിലാകുന്നു. ഇതിഹാസ നിമിഷം സൃഷ്ടിച്ചത് മെസ്സി ആയിരുന്നു. മെസ്സിയുടെ ട്രിബിളിംഗ് അറ്റംപ്റ്റിനൊടുക്കം പന്ത് തെറിച്ചെത്തിയത് ടെവസിൻ്റെ അടുത്തേക്ക്. ടെവസിൽ നിന്ന് പന്ത് സ്വീകരിച്ച മെസ്സി ഗോൾ കീപ്പറെയും ഡിഫൻസിനെയും അനായാസം കാഴ്ചക്കാരാക്കിക്കൊണ്ട് പന്ത് തലക്ക് മുകളിലൂടെ ചിപ്പ് ചെയ്ത് ഗോൾ വലയിലെത്തിക്കുന്നു. മത്സരത്തിൻ്റെ പിന്നീടുള്ള നിമിഷങ്ങളിൽ വമ്പൻ പ്രത്യാക്രമണം നടത്തുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം കരുതിയതും. കാരണം സ്പെയിൻ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്, അവർ തിരിച്ചടിക്കും. അങ്ങനെ മത്സരത്തിന്റെ 11-ാം മിനിറ്റിൽ തന്നെ സ്പെയിനിന് അനുകൂലമായ ഫ്രീ കിക്ക് ലഭിക്കുന്നു. അർജന്റീൻ ഗോൾ കീപ്പർ സെർജിയോ റൊമീറോയെ പരീക്ഷിക്കാൻ പക്ഷേ ഡേവിഡ് വിയക്ക് സാധിച്ചില്ല. പന്ത് കുറച്ച് മുകളിലൂടെ തന്നെ പുറത്തേക്ക്. മത്സരത്തിന്റെ 12-ാം മിനിറ്റിൽ വീണ്ടും മനോഹരമായ ടെവസിന്റെ പാസിലൂടെ അർജന്റീനക്കായി ഇത്തവണ ഹിഗ്വൈൻ ഗോൾ വല ചലിപ്പിക്കുന്നു. ടൈം ക്ലോക്കിൽ വെറും 13 മിനിറ്റ് മാത്രമേ ആയുള്ളൂ. ലോക ചാമ്പ്യന്മാരായ സ്പെയിനെതിരെ അർജന്റീന 2 ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്നു. ഡിഫൻസിനെ കീറി മുറിച്ചുകൊണ്ടുള്ള ടെവസിന്റെ പാസ് ഹിഗ്വൈൻ സ്വീകരിച്ചുകൊണ്ട് ഗോൾ കീപ്പറെയും മറികടന്നുകൊണ്ടായിരുന്നു ഹിഗ്വൈൻ്റെ ബ്യൂട്ടിഫുൾ ഫിനിഷിംഗ്. ഇതാ തിങ്ങി നിറഞ്ഞ അർജന്റീൻ ആരാധകർ ആർപ്പുവിളികളാൽ സ്റ്റേഡിയത്തിൽ നൃത്തമാടുന്നു. കാരണം നിലവിൽ ഫുട്ബോൾ ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് ടിക്കി ടാക്ക എന്ന മനോഹര കലാരൂപം വേൾഡ് കപ്പിലുടനീളം കളിച്ച ആ സ്പെയിനിനെതിരെ തൻ്റെ സഹതാരങ്ങളെ, ബാർസലോണയിലുള്ള തൻ്റെ സഹതാരങ്ങളെയെല്ലാം കാഴ്ചക്കാരാക്കിക്കൊണ്ട് മെസ്സിയും സംഘവും നിറഞ്ഞാടുകയാണ്. മത്സരത്തിൻ്റെ 14-ാം മിനിറ്റിൽ തന്നെ അർജന്റീന 2 ഗോളുകൾക്ക് മുന്നിൽ. പിന്നീട് സ്പെയിൻ തിരിച്ചടിക്കാനുള്ള മികച്ച ശ്രമങ്ങൾ നടത്തി നോക്കുന്നുണ്ട്. ഡേവിഡ് വിയയുടെ തകർപ്പൻ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിത്തെറിക്കുന്നു. സ്പെയിൻ ഒരു ഗോൾ നേടിയെന്ന് തോന്നിപ്പിച്ചതായിരുന്നു. ഡേവിഡ് വിയയുടെ ഒരു പവർഫുൾ ഷോട്ട് തന്നെയായിരുന്നു. ഗോൾ കീപ്പറെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് ഒരു കെർവിംഗ് ഷോട്ടാണ് അർജന്റീനയുടെ ക്രോസ് ബാറിൽ പോയി ഇടിക്കുന്നത്. അങ്ങനെ 28-ാം മിനിറ്റിൽ ഒരു സ്പെയിൻ ഒരു ഗോൾ മടക്കിയെന്ന് തോന്നിച്ചെങ്കിലും അതുണ്ടായില്ല. പിന്നീട് മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച് സ്പെയിൻ ഗോൾ കീപ്പർ റെയ്ന ഒരു വലിയ മിസ് നടത്തുന്നു. അത് കൃത്യമായി പിടിച്ചെടുത്തുകൊണ്ട് അർജന്റീനക്കായി ടെവസ് ഗോൾ വല ചലിപ്പിക്കുന്നു. കീപ്പർ സ്ലിപ്പായതോടെ തക്കം പാർത്തിരുന്ന ടെവസ് പന്തിനെ ഗോൾ വലയിലേക്ക് തട്ടിയിടുന്നു. ഇതാ ലോക ചാമ്പ്യന്മാർ ആദ്യ പകുതിയുടെ 33 മിനിറ്റ് ആകുമ്പോഴേക്കും 3 ഗോളുകൾക്ക് പിന്നിലായിരിക്കുന്നു. സ്പാനിഷ് ഗോൾ കീപ്പർ പെപ്പെ റെയ്നയുടെ വലിയ മിസ്റ്റേക്കിലായിരുന്നു അർജന്റീനയുടെ 3-ാം ഗോൾ പിറന്നത്. കാരണം ഗോൾ കീപ്പറുടെ സ്ലിപ്പിംഗ് കൃത്യമസമയത്ത് തന്നെ ഓടിയെത്തിയ ടെവസ് പന്തിനെ വലയിലോട്ട് തട്ടിയിടുകയായിരുന്നു. എന്താണ് ലോക ചാമ്പ്യന്മാർക്ക് സംഭവിച്ചത്? അർജന്റീനയുടെ മനോഹര കളിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ലേ? ലിയണൽ മെസ്സിയും കാർലോസ് ടെവസും ഹിഗ്വൈനുമെല്ലാം നിറഞ്ഞാടുകയാണ്. എങ്ങനെയെങ്കിലും ആദ്യ പകുതിയിൽ തന്നെ ഗോളുകൾ തിരിച്ചടിക്കണം. മത്സരത്തിൻ്റെ 40-ാം മിനിറ്റിൽ വീണ്ടും സ്പെയിനിന് അനുകൂലമായ ഫ്രീ കിക്ക്. ഡേവിഡ് വിയയുടെ ഫ്രീ കിക്ക് വീണ്ടും അർജന്റീൻ പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്നു. ഭാഗ്യം അർജന്റീനയുടെ കൂടെ തന്നെ. വിയയുടെ കറക്റ്റ് പ്ലേസിംഗ് ആയിരുന്നു. പക്ഷേ ഗോൾ കീപ്പറായ സെർജിയോ റൊമീറോയുടെ ആ വലിയ ഡൈവിനും പന്തിനെ ലഭിച്ചില്ല. ഒടുക്കം പന്ത്
പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഗോൾ തിരിച്ചടിക്കാനുള്ള വമ്പൻ ശ്രമങ്ങൾ സ്പെയിൻ നടത്തിക്കൊണ്ടേയിരുന്നു. മധ്യനിരയിൽ ഇനിയസ്റ്റയും സാവിയും അലോൻസോയുമെല്ലാം കളി നെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഡേവിഡ് സിൽവക്കുമൊന്നും പന്ത് കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ വന്നു. അങ്ങനെ ആദ്യ പകുതിയിൽ അർജന്റീന 3 ഗോളുകൾക്ക് മുന്നിൽ. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ വീണ്ടും സ്പെയിനിന് അനുകൂലമായ ഫ്രീ കിക്ക്. ഇത്തവണയും ഫ്രീ കിക്ക് എടുത്തത് വിയ തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ അർജന്റീൻ ഗോൾ കീപ്പറെ പരീക്ഷിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ മത്സരത്തിൽ വീണ്ടും സ്പെയിനിൻ്റെ ബിൽഡപ്പുകൾ കണ്ടുകൊണ്ടേയിരുന്നു. പക്ഷേ അർജന്റീൻ ഗോൾ മുഖത്തെ വിറപ്പിച്ചെങ്കിലും പക്ഷേ ഗോൾ മാത്രം അകന്നു നിന്നു. മത്സരം 50 മിനിറ്റ് പിന്നിടുമ്പോഴും അവർക്ക് ഗോളുകളൊന്നും നേടാൻ സാധിച്ചില്ല. ലൊറാൻഡയുടെ ഒരു ഫ്രീ ഹെഡറും ഗോളിലേക്ക് എത്തിയില്ല. സുവർണ അവസരമായിരുന്നു ലൊറാൻഡയ്ക്ക് ലഭിച്ചിരുന്നത്. കാരണം ഗോൾ കീപ്പർ സെർജിയോ റൊമേറോ മാത്രം മുന്നിൽ നിൽക്കെ ലഭിച്ച സുവർണ ഹെഡർ അദ്ദേഹം പാഴാക്കുന്നു. മത്സരത്തിന്റെ 52-ാം മിനിറ്റിൽ ലോകോത്തര താരങ്ങളായ സ്പെയിൻ താരങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് മെസ്സി വലതു വിങ്ങിലൂടെ ഒരു കുതിപ്പ് നടത്തുന്നു. പന്തുമായി കുതിച്ച ലിയോ മെസ്സി കൃത്യമായി ഹിഗ്വൈനിലേക്ക് പന്തിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഹിഗ്വൈൻ്റെ ഷോട്ട് നേരിയ വ്യത്യാസത്തിൽ പുറത്തു പോകുന്നു. മെസ്സിയുടെ മാജിക്കൽ മുന്നേറ്റത്തിൽ 4ാം ഗോൾ വീണെന്ന് തോന്നിച്ചതാണ്. പക്ഷേ ഹിഗ്വൈൻ്റെ ഷോട്ട് നേരിയ വ്യത്യാസത്തിലാണ് പുറത്തു പോയത്. വീണ്ടും സ്പെയിൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. ഇതിനിടെ സ്പെയിനിൻ്റെ മറുഭാഗത്തുള്ള കൗണ്ടർ അറ്റാക്കുകളും കാണുന്നു. സ്പെയിനിനായി അവരുടെ സൂപ്പർ താരം സാബി അലോൻസോയുടെ ഒരു മനോഹരമായ ചിപ്പിംഗ് കണ്ടെങ്കിലും പക്ഷേ ഗോൾ കീപ്പർ പരീക്ഷിക്കാൻ സാധിച്ചില്ല. ഗോൾ വലയിൽ നിന്നും അകന്നായിരുന്നു പന്ത് പോയത്. 60-ാം മിനിറ്റിലും സ്പെയിൻ താങ്കളുടെ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടേയിരുന്നു. കാരണം താങ്കൾ ലോക ചാമ്പ്യന്മാരാണ്. ഞങ്ങൾക്കെതിരെയാണ് അർജന്റീന 3 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. സ്പെയിൻ്റെയും സാവിയുടെയും ഇനിയസ്റ്റയുടെയും ഭാഗത്ത് നിന്നെല്ലാം കൗണ്ടറുകളും ലോങ് റേഞ്ചറുകൾ കണ്ടെങ്കിലും പക്ഷേ ഒന്നും ഉണ്ടായില്ല. മത്സരത്തിൻ്റെ 62-ാം മിനിറ്റ് മധ്യനിരയിൽ നിന്നും ലെമനിൽ നിന്ന് പന്ത് സ്വീകരിച്ച് ലിയോ മെസ്സി സാവിയെയും ഇനിയസ്റ്റയെയും അലോൻസിയെയും എല്ലാം മറികടന്നുകൊണ്ട് സെസ്ക് ഫാബ്രിഗാസിനെയും കാഴ്ചക്കാരനാക്കിക്കൊണ്ട് 4 ഡിഫൻസിനെ പിളർത്തി ഡിമേരിയയിലേക്കൊരു മനോഹര ത്രൂ ബോൾ. ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ച അസിസ്റ്റ് പിറന്നെന്ന് തോന്നിച്ചെങ്കിലും പക്ഷേ ഭാഗ്യം കൊണ്ട് സ്പെയിനിൻ്റെ ഭാഗ്യം കൊണ്ട് അത് ഓഫ് സൈഡിൽ കുടുങ്ങുന്നു. അല്ലെങ്കിൽ ലോകോത്തര താരങ്ങളെ, അതായത് ബാർസയുടെയും റയലിൻ്റെയും ഏറ്റവും മികച്ച താരങ്ങളെ വിറപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മനോഹരമായ അസിസ്റ്റുകളിലൊന്ന് അവിടെ പിറന്നേനെ. പക്ഷേ നിർഭാഗ്യം അർജന്റീനയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്രയും മനോഹരമായി പിറന്ന ആ ഗോൾ നേരിയ വ്യത്യാസത്തിലാണ് ഏഹൽ ഡിമേരിയ ഓഫ് സൈഡിൽ പെടുന്നത്. പക്ഷേ വീണ്ടും തുടർച്ചയായ ആക്രമണങ്ങൾ സ്പെയിൻ നടത്തിക്കൊണ്ടേയിരുന്നു. മത്സരത്തിന്റെ 73-ാം മിനിറ്റിൽ വലതു വിങ്ങിലൂടെ സ്പെയിൻ്റെ കൗണ്ടർ അറ്റാക്ക്. പക്ഷേ സ്പെയിൻ താരത്തെ വീഴ്ത്തിയതിന് സ്പെയിനിന് അനുകൂലമായി ഫ്രീ കിക്ക്. പോസ്റ്റിന് തൊട്ട് മുന്നേയാണ് ഫ്രീ കിക്ക് ലഭിച്ചത്. സൂപ്പർ താരം പെഡ്രോയെയാണ് ഫൗൾ ചെയ്ത് വീഴ്ത്തിയത്. ഇതാ വീണ്ടും ഒരു മികച്ച പൊസിഷനിൽ നിന്ന് സ്പെയിനിന് അനുകൂലമായി ഫ്രീ കിക്ക്. പക്ഷേ ഫ്രീ കിക്ക് അർജന്റീനയുടെ വാളിൽ തട്ടിത്തെറിക്കുകയാണ്. പിന്നാലെ വന്ന ഒരു മനോഹരമായ ഷോട്ടും അർജന്റീൻ ഗോൾ കീപ്പർ സെർജിയോ റൊമേറോ തട്ടി അകറ്റുന്നു. ആ തകർപ്പൻ ഷോട്ട് സെർജിയോ റൊമേറോയുടെ കൈകളിൽ തട്ടി ഗോളെന്ന് തോന്നിച്ചെങ്കിലും വീണ്ടും സ്പെയിനിന് വില്ലനായത് ക്രോസ് ബാർ തന്നെയായിരുന്നു. പന്ത് പിന്നീട് വന്നിടിച്ചത് ക്രോസ് ബാറിൽ. 78 മിനിറ്റ് ആകുമ്പോഴേക്കും സ്പെയിൻ 3 ഗോളുകൾക്ക് പിന്നിൽ തന്നെ. അവർക്കൊരു ഗോളും തിരിച്ചടിക്കാൻ സാധിച്ചിട്ടില്ല. മത്സരത്തിൻ്റെ 78-ാം മിനിറ്റ് സ്പെയിൻ്റെ ഒരു ക്വിക്ക് കൗണ്ടർ. പക്ഷേ ആ ക്വിക്ക് കൗണ്ടറിനും അർജന്റീനയെ വിറപ്പിക്കാൻ സാധിച്ചില്ല. ലോക ചാമ്പ്യന്മാർക്ക് മുന്നിലുള്ള 3 ഗോൾ അപ്പോഴും അർജന്റീന ഭദ്രമാക്കി തന്നെ വെച്ചു. കൃത്യമായി പറഞ്ഞാൽ മത്സരത്തിൻ്റെ 84-ാം മിനിറ്റ് വലതു വിങ്ങിൽ നിന്നും സ്പെയിനിൻ്റെ ഒരു ക്വിക്ക് കൗണ്ടർ അർജന്റീൻ പോസ്റ്റിലേക്ക് ഇരച്ചു കയറി വരുന്നു. പന്ത് സ്വീകരിച്ച പെഡ്രോയാകട്ടെ കാത്തിരുന്ന ഫെർണാണ്ടോ ലൊറാൻഡോയിലേക്ക് പന്തിനെ കൈമാറുന്നു. ലൊറാൻഡോയുടെ ഷോട്ട് ഗോൾ കീപ്പറായ സെർജിയോ റൊമേറോയെയും മറികടന്നുകൊണ്ട് ഗോൾ വേലയിൽ ചെന്ന് പതിക്കുന്നു. തിരിച്ചടിക്കാനുള്ള സ്പെയിനിൻ്റെ ശ്രമങ്ങൾക്ക് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. മത്സരത്തിൻ്റെ 84-ാം മിനിറ്റിൽ അർജന്റീനയ്ക്കെതിരെ സ്പെയിൻ ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു. ലൊറാൻഡോയുടെ ക്ലാസിക് ഫിനിഷിംഗ് ആണ് ഗോളിൽ കലാശിച്ചത്. തുടർച്ചയായി ഇനി മിനിറ്റുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വീണ്ടും ഗോളടിച്ച് മത്സരം ഒപ്പമെങ്കിലും പിടിക്കണമെന്ന സ്പെയിനിൻ്റെ ശ്രമങ്ങൾക്ക് 84-ാം മിനിറ്റിൽ വീണ്ടും ഒരു കൗണ്ടർ അറ്റാക്ക്. 86-ാം മിനിറ്റിൽ കൗണ്ടർ സ്വീകരിച്ച സ്പെയിനിന് പക്ഷേ പോസ്റ്റിൽ കണക്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. കണക്ട് ചെയ്ത പന്തിനെ ഒരു ഗോൾ ലൈൻ സേവിലൂടെ അർജന്റീന രക്ഷിക്കുന്നു. മത്സരത്തിൻ്റെ 77-ാം മിനിറ്റിൽ അർജന്റീൻ താരത്തിൻ്റെ വലിയ മിസ്സിൽ നിന്ന് പിറന്നതായിരുന്നു ഈ മുന്നേറ്റം. പക്ഷേ കൃത്യമായ അർജന്റീൻ താരത്തിൻ്റെ ഇടപെടൽ വീണ്ടും ഒരു ഗോളിൽ നിന്ന് അർജന്റീനയെ രക്ഷിക്കുന്നു.
മത്സരത്തിൻ്റെ 88-ാം മിനിറ്റിൽ വീണ്ടും ലിയോ മെസ്സിയുടെ മനോഹരമായ മുന്നേറ്റം കാണുന്നു. പക്ഷേ മെസ്സിക്ക് കൃത്യമായി പന്തിനെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഔട്ട് ഓഫ് ബാലൻസ് ആയ മെസ്സിയുടെ ഷൂട്ടിന് ഗോൾ കീപ്പർ റെയ്നയെ പരീക്ഷിക്കാനുള്ള ഒരു പവറും ഉണ്ടായിരുന്നില്ല. ഡിഫൻസിനെ ഓരോന്നായി വെട്ടിയൊഴിഞ്ഞ് മെസ്സി നടത്തിയ മനോഹരമായ മുന്നേറ്റമായിരുന്നുവെങ്കിലും പക്ഷേ ഷോട്ട് പാളി. പകരക്കാരനായി കളത്തിലിറങ്ങിയ സെർജിയോ അഗ്യൂറോ മത്സരത്തിൻ്റെ 90-ാം മിനിറ്റിൽ അർജന്റീനക്കായി ഗോൾ വല ചലിപ്പിക്കുന്നു. അതേ, ലോക ചാമ്പ്യന്മാരുടെ പതനം പൂർത്തിയാകുന്നു. മെസ്സിയുടെയും ടെവസിൻ്റെയും എല്ലാം മാജിക്കിന് മുന്നിൽ ലോക ചാമ്പ്യന്മാർ തകർന്നടിയുന്നു. ക്ലാസിക് പെർഫോമൻസുമായി മധ്യനിര അടക്കി ഭരിച്ചത് ഇനിയസ്റ്റയും സാവിയും ഒന്നുമായിരുന്നില്ല. ബാർസലോണയുടെ അവരുടെ സഹതാരമായ ലിയോ മെസ്സി ആയിരുന്നു. മനോഹരമായ ട്രിബിളിംഗുകൾ കൊണ്ട് മെസ്സി കളം നിറഞ്ഞു കളിക്കുന്നു.